ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാലാമത്തെ പോയിന്റ് നിങ്ങളെ അറിയിക്കാനായിട്ടാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിലുള്ള നാലാമത്തെ പോയിന്റ്. ആ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളും ഒട്ടുമിക്ക എല്ലാവരും അവരവരുടെ എഗ്രിമെൻറ്റിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും, ആഫ്റ്റർ ഫൗണ്ടേഷൻ എർത്ത് ഫില്ലിങ്, അതിൻ്റെ എർത്ത് ഉറപ്പായിട്ടും ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള മണ്ണ് ഞങ്ങൾ ഫില്ല് ചെയ്യും, അല്ലാതെ മണ്ണ് എക്സ്ട്രാ വേണ്ടി വന്നാൽ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അതിൻ്റെ പേയ്മെൻറ്റ് ക്ലയൻറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു പാറ കെട്ടി ബിൽഡിംഗ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ, അതായത് റബ്ബിൾ ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ, അവിടുത്തെ നമുക്ക് മണ്ണ് ഓൾമോസ്റ്റ് അവിടെ നിന്ന് തന്നെ കിട്ടും. ആ ഒരു ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യാൻ കുറച്ച് ചെറിയ ഹൈറ്റ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന് എന്തായാലും നമ്മളൊരു കിണർ കുഴിക്കേണ്ടി വരും. ഈ കിണർ കുഴിക്കുന്ന മണ്ണും കൂടെ നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് അഡീഷണൽ കോസ്റ്റ് ആവശ്യമായിട്ട് വരുന്നില്ല. ചിലർ പറയും കിണറിലെ മണ്ണ് ഫൗണ്ടേഷനിൽ ഇടരുതെന്നൊക്കെ പറയും. നമ്മുടെ കിണറിലെ മണ്ണ് ഫൗണ്ടേഷനിൽ ഇടാതിരിക്കും, പക്ഷേ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വേറെ ആരെങ്കിലും കിണർ കുഴിച്ച മണ്ണ് നമ്മൾ കൊണ്ടുവന്ന് പിടിക്കും. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നോക്കുക. നിങ്ങൾക്ക് കാശ് കുറവാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് തന്നെ ഫില്ല് ചെയ്യുന്നതിൽ വേറെ പ്രോബ്ലങ്ങളൊന്നും തന്നെ ഇല്ല. നമ്പർ 2 എന്ന് പറയുന്നത്, റബ്ബിൾ ഫൗണ്ടേഷൻ അല്ലാതെ നമ്മൾ പില്ലർ ഫൗണ്ടേഷൻ, കോളർ ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എർത്ത് ഫില്ലിങ് അധികമായിട്ട് വരും. കാരണം നമ്മൾ പില്ലറിൻ്റെ കുഴി എടുക്കുന്ന ആ ഒരു മണ്ണ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ആ മണ്ണ് നമ്മുടെ കോളം പൊങ്ങിയതിന് ശേഷം കോളത്തിൻ്റെ സൈഡ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ തീരും. പിന്നെ നമ്മൾ പ്ലിന്ത് ബീം അടിച്ച് പ്ലിന്ത് ബീമിന് മുകളിൽ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ മണ്ണ് പുറത്തുനിന്ന് തന്നെ വാങ്ങണം. അപ്പോൾ ഇന്ന് ഒരു പാസ്സുള്ള ജിയോളജി പാസ് എടുത്ത് ഒരു ലോഡ് ഒരു 1.5 ചതുരം അല്ലെങ്കിൽ ഒരു 150 CFT ഒക്കെ വരുന്ന ഒരു ലോഡ് മണ്ണിന് നമുക്ക് ഏകദേശം 2000 മുതൽ 2500 വരെ വിലയുണ്ട്. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് മിനിമം ഒരു 10-20 ലോഡ് മണ്ണെങ്കിലും വേണ്ടി വരും. അങ്ങനെ വേണ്ടി വന്നാൽ നമുക്ക് അതിന് വരുന്ന അഡീഷണൽ കോസ്റ്റ് എത്രയാണ്, ഒരു 2500 വെച്ച് നമ്മൾ കൂട്ടി നോക്കാം. അപ്പോൾ അങ്ങനെ എത്രയാണോ മണ്ണ് ഫില്ല് ചെയ്യേണ്ടി വരുന്നത്. ഇനി ലാൻഡ് കുഴിയിലാണെങ്കിൽ, ലാൻഡ് നമ്മൾ റോഡ് ലെവലിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് മണ്ണ് ഫില്ല് ചെയ്യണം. ചിലപ്പോൾ 100 ലോഡോളം മണ്ണ് ഫില്ല് ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.5 ലക്ഷം രൂപ അഡീഷണൽ കോസ്റ്റായിട്ട് വരും. പില്ലറിന് അഡീഷണൽ കോസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള അഡീഷണൽ കോസ്റ്റുകൾ ഉറപ്പായും നിങ്ങളുടെ കൺസ്ട്രക്ഷന് മുന്നേ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിനോ കോൺട്രാക്ടറിനോടോ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് എത്ര രൂപ അഡീഷണൽ വരുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.